നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പീച്ചിങ്ങയെക്കുറിച്ചാണ്. കുക്കുർബിറ്റേസെ ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ലുഫ അക്യൂട്ടാങ്കുല എന്നതാണ്. ഇത് ഒരു കാട്ടുവള്ളി ചെടിയാണിത്. വെള്ളരി വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണിത്. ഇതിനെ സംസ്കൃതത്തിൽ കോശാതകി, ധാമാർഗവ, തിക്ത എന്നെല്ലാം പറയുന്നു. കട്ടിയുള്ള ഒരു കവചമുള്ളതിനാൽ ഇതിനെ സംസ്കൃതത്തിൽ കോശാതകി എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ ഫലം ദീർഘാകൃതിയിലാണ്, ഗദയുടെ ആകൃതിയിലാണ്. അതുകൊണ്ട് ഇതിനെ ദീർഘഫല എന്ന് പറയുന്നു. വിഷത്തെ അകറ്റാനുള്ള ശക്തിയുള്ളതിനാൽ ഇതിനെ സംസ്കൃതത്തിൽ ഗർഹരി എന്നും പറയുന്നുണ്ട്. ഇത് 4 തരത്തിലാണുള്ളത്: കോശാതകി, തിക്തകോശാതകി, മഹാകോശാതകി, വ്രതകോശാതകി. ഇതിൽ കാട്ടുപീച്ചിൽ അതല്ലെങ്കിൽ തിക്തകോശാതകിയാണ് ഔഷധങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നത്. കൂടാണ്ട് ഇതിൻ്റെ പുഷ്പങ്ങളുടെ നിറത്തെ ആസ്പദമാക്കി മഞ്ഞപ്പീച്ചിൽ, വെള്ളപ്പീച്ചിൽ എന്നിങ്ങനെയും തിരിച്ചിരിക്കുന്നു. ഇതിൽ മഞ്ഞപ്പീച്ചിലാണ് ഔഷധങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നത്. നാടൻ പീച്ചിൽ നാട്ടുപ്രദേശങ്ങളിൽ കണ്ടുവരുന്നതാണ്. കാട്ടുപീച്ചിൽ പ്രധാനമായും നദീതീരങ്ങളിലും കാട്ടുപ്രദേശങ്ങളിലുമാണ് കണ്ടുവരുന്നത്. വെള്ളപ്പീച്ചിൽ ബോംബെ, ഗുജറാത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കണ്ടുവരുന്നത്. ഇവ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നതാണ്. ഇതൊരു ഏകവർഷി സസ്യമാണ്. ഇതൊരു വള്ളിച്ചെടിയായിട്ടാണ് കണ്ടുവരുന്നത്. ഇതിൻ്റെ ഇലകൾ മൃദുവും വിളറിയ പച്ചയോട് കൂടിയതുമാണ്. ഇത് മൂപ്പെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പരുപരുത്തതായി മാറുന്നു. ഇതിൻ്റെ തണ്ട് രോമാവൃതമാണ്. ഇതിൻ്റെ പൂക്കൾ പൂങ്കുലയായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു പൂങ്കുലയിൽ ഏകദേശം 12 തൊട്ട് 20 എണ്ണം വരെ പൂക്കൾ കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ഫലം ദീർഘാകൃതിയിലാണ്. ഇതൊരു കവചത്തോടു കൂടിയിട്ടാണ് കാണപ്പെടുന്നത്. അതിൻ്റെ ഉള്ളിൽ പരുപരുത്ത ദീർഘവൃത്താകൃതിയിലുള്ള വിത്തുകൾ അടങ്ങിയിട്ടുണ്ട്. തണ്ട്, വേര്, കായ, പൂവ്, വിത്ത് തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ്. ഫാറ്റിക് അമ്ലം, സാപ്പോണിൻ, കുക്കുർബിറ്റാസിൻ ബി, തവിട്ട് നിറത്തിലുള്ള എണ്ണ തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൻ്റെ രാസഘടകങ്ങളാണ്. ഇത് ആയുർവേദത്തിൽ വമനഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിരേചനവും കൂടിയാണിത്. അർശസ്, അരുചി, വായ്നാറ്റം, മുടികൊഴിച്ചിൽ തുടങ്ങിയ അസുഖങ്ങളിൽ ഇത് ഉപയോഗിച്ചു വരുന്നു. പണ്ടുകാലം മുതൽക്കേ ഇതിൻ്റെ ഉണങ്ങിയ കായ തേച്ചു കുളിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. പീച്ചിൽ അല്ലെങ്കിൽ പീച്ചിങ്ങ, കോശാതകി എന്ന് പറയും. ഇത് ഈ വിഷശമനമായിട്ടുള്ളൊരു അത്ഭുതമായ ഒരു ചെടിയാണ്. സാധാരണ അത് ഈ ഔഷധ കഞ്ഞിയായിട്ട് കൊടുക്കാം. ഇതും അതിൻ്റെ ഒപ്പം 2-3 ഔഷധങ്ങളിട്ട് കഞ്ഞി ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ വയറ്റിലുണ്ടാകുന്ന വിഷജമായ എല്ലാ കണ്ടീഷനും, ഇപ്പോൾ ആഹാരത്തിലൂടെ വന്ന വിഷങ്ങൾ അല്ലാണ്ട് തന്നെ നമ്മൾ അറിയാണ്ട ഈ വിഷജമായ വസ്തുക്കൾ ചെല്ലുക, ഇതിനൊക്കെ ഈ പൊട്ടൽ പീച്ചിങ്ങ കഞ്ഞി വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഔഷധമാണ്. പിന്നെ ഇത് ഈ വയറിളകാൻ, ഈ ശോധന കുറവായ ആൾക്കാർക്ക് ഇതിൻ്റെ കഷായം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വയറിളകും. ചിലപ്പോൾ ആയുർവേദത്തിൽ ഈ ഛർദ്ദിപ്പിക്കുക എന്നൊരു ചികിത്സ ഉണ്ട്, അതിനും ഈ ഔഷധം കൊടുക്കും. പിന്നെ ഇതിട്ട് എണ്ണ മൂപ്പിച്ച് മേലെ തേച്ച് കഴിഞ്ഞാൽ ഈ ചൊറിചെരങ്ങിന് കുറവുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ പീച്ചിങ്ങ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് എടുത്തിട്ട് ഈ കുളിക്കുന്ന സമയത്ത് മേലെ തേച്ച് കുളിക്കാം ഔഷധം. അതായത് ഈ ചൊറിയൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ലോണം ചളിയൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല ചളിയൊക്കെ പോയി സ്കിന്ന് വളരെ സ്മൂത്താവും. അതിനെതിരെ ഏറ്റവും നല്ലൊരു യൂസ് ഈ പീച്ചിങ്ങ ഉണ്ട്. പിന്നെ ഈ പാമ്പ് വിഷത്തിലാണ് ഇതിൻ്റെ ഉപയോഗം. ഇത് കഷായമാക്കിയിട്ട് പാമ്പ് വിഷത്തിന് കൊടുക്കും. പിന്നെ ഈ സ്ത്രീകളുടെ ഈ അസ്ഥിസ്രാവത്തിന് ഇതിൻ്റെ ഈ സമൂലം പൊടിച്ച് തേൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫലപ്രദമാണ്.